ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. ആ സിനിമ തിയേറ്ററിൽ വന്നു, അത് കാര്യമായി ആരും കണ്ടില്ല, പരാജയപ്പെട്ടു എന്ന നിലയ്ക്ക് തന്നെ പറയാം. ആ സിനിമ എന്താ പറയുക, മതനിന്ദ കണ്ടൻ്റ് ഉണ്ട് എന്ന പരാതി വരുന്നതിനെ തുടർന്ന് ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ പിൻവലിക്കുന്നത്. പക്ഷേ ആ എന്താണ് വിവാദം, എന്തുകൊണ്ട് പിൻവലിക്കുന്നു, എന്താണ് അതിൻ്റെ പ്രശ്നം, എന്താണ്, ആരാണ് ഇഷ്യൂ ഉന്നയിച്ചത്, വല്ല കേസും ഉണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും പ്രൊഡ്യൂസർമാർക്കല്ലാതെ മറ്റാർക്കും അതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. മീൻസ് ആ ടീമിലുള്ള അതിലെ നടന്മാർ, നടിമാർ, മറ്റ് അണിയറ പ്രവർത്തകർക്കൊന്നും അറിയില്ല. അപ്പോൾ അത് വലിയ വിവാദമാവുകയും ഈ മതനിന്ദ ആരാണ് ഉന്നയിച്ചത്, ആരാണ് ആ പ്രശ്നം ഉയർത്തിയിട്ടുള്ളത്, എവിടെ നിന്നാണ് അത് ഉയർന്നു വന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇതൊരു PR സ്റ്റണ്ടായി ഉപയോഗിക്കുകയാണോ? ഈ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഒരു വിവാദത്തിൻ്റെ മേമ്പൊടി കൂടി ചേർത്ത് ഇനിയിപ്പോൾ OTTക്ക് വിൽക്കാനുള്ള കച്ചവടാലോചനയുടെ ഭാഗമാണെന്നുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിൽക്കുകയാണ്. നമ്മൾ ആ വിഷയം ഒന്നുകൂടെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അജിംസ് എന്താണ് തോന്നുന്നു? ശരിക്കും ഇതുവരെ ഇതിനകത്ത് നമുക്ക് ഡിസെക്ട് ചെയ്യുമ്പോൾ, ഡീകോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുന്നു? അല്ല, ഇതിൽ ഈ സിനിമ നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് ഈ വിഷയം. ഈ സിനിമ ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ നമ്മളത് പരിശോധിക്കുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് നല്ല റിവ്യൂ ആണുള്ളത്. അതിൽ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ, കുറച്ച് ദിവസമേ തിയേറ്ററിൽ ഓടിയിട്ടുള്ളൂ. പക്ഷേ കണ്ട ആളുകളൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ തരം സിനിമയാണ്, ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത ദൃശ്യങ്ങളാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല റിവ്യൂ ആണ് അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററുകളിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ സൗകര്യമില്ല നിലവിൽ. ഈ ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും അതിലെ നായിക നടിയും കൂടിയിട്ടാണ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് ഇങ്ങനെ ഭീഷണിയുണ്ട്, അതുകൊണ്ട് കൂടുതൽ പ്രശ്നമില്ലാതെ ഞങ്ങൾ ഇത് തിയേറ്ററിൽ നിന്ന് വലിക്കുകയാണ്, പിന്നെ എപ്പോഴെങ്കിലും ലോഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് തരം ഭീഷണിയാണ് എന്ന് ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അത് മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ളതാണ് ഭീഷണി. അപ്പോൾ എവിടെ നിന്നാണ് അങ്ങനെ ഭീഷണി ചോദിക്കുന്നത്, നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ, എവിടെ നിന്നാണ് ഭീഷണി വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്, അതിനെപ്പറ്റി വ്യക്തമായ മറുപടി പറയുന്നില്ല. അപ്പോൾ ആ വാർത്താ സമ്മേളനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ എന്തോ ഒരു പന്തികളുണ്ടല്ലോ. കാരണം ഇങ്ങനൊരു സിനിമ ഇറങ്ങിയ കാര്യം പോലും ആരും അറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു ട്രെയിലറോ മറ്റോ ഞാൻ ഇത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനൊരു സിനിമ ഇറങ്ങിയതിനെപ്പറ്റി റിവ്യൂ പോലും ഇല്ല, അധികം റിവ്യൂ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 2 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ തമ്മിൽ ക്ലാഷ് റിലീസ് നടന്ന ഒരു സമയത്താണ് ഇത് ഇറങ്ങുന്നത്. ഒന്ന് ഹലോ മമ്മിയും അതുപോലെ എന്താണ് ഈ സൂക്ഷ്മദർശിനി. അത് തിയേറ്ററിൽ വലിയ തിരക്കൊക്കെ ഉണ്ടാക്കുന്ന 2 സിനിമകളാണ്. അതിൻ്റെ ഒപ്പം ഇറങ്ങിയ ഒരു സിനിമ ആയതുകൊണ്ട് ഇതാരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഈവൻ സിനിമകൾ റിവ്യൂ എന്നവർ പോലും ഇതിനെക്കുറിച്ച് ഇത് കാണുകയോ ഇതിനെക്കുറിച്ച് റിവ്യൂ എഴുതുകയോ ഒരു പോസ്റ്റ് പോലും, ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന ആൾ പോലും ഒരു പോസ്റ്റ് പോലും സിനിമയെക്കുറിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു നല്ല സിനിമയാണെങ്കിൽ, ഇപ്പോൾ ആ റിവ്യൂ പറയുന്നത് പോലെ ഇതൊരു നല്ല സിനിമയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് നിർമ്മാതാവിനും സംവിധാനം തോന്നും, പക്ഷേ ഈ ക്ലാഷിൽ ഇറക്കണ്ടായിരുന്നു, നമുക്ക് വേറെ ദിവസം ലോഞ്ച് ചെയ്യാൻ മതിയായിരുന്നു തോന്നുകയും അത് പിൻവലിച്ച് പിന്നെ റിലീസ് ചെയ്യാമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് പിൻവലിക്കാൻ ചൂണ്ടിക്കാണിക്കുന്ന കാരണം ഇത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഈ പടാരെല്ലാം കണ്ടിട്ടുണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ ഇനി കടലാസ് സംഘടനകൾ പോലുമോ ആരും നടത്തിയിട്ട് എവിടെയും ഒരു തെളിവില്ല, ആർക്കും അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയില്ല. അതേസമയം തന്നെ ഈ സിനിമ പിൻവലിക്കുകയാണ്, തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണ് എന്ന വാർത്ത വന്ന സമയത്ത് വ്യത്യസ്ത മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോയി അറിയാം ഈ ഭീഷണി വന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാമല്ലോ. സമാധാന മതക്കാരുടെ ഭീഷണിയാൽ ഇതാ മറ്റൊരു ചിത്രം കൂടി പിൻവലിക്കുന്നു, അങ്ങനെ തോന്നുന്നില്ല ഹെയ്റ്റ് കമൻസ് ഇങ്ങനെ ധാരാളമായി കാണാം. ഇത് പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ, നേരത്തെ അവസായി പറഞ്ഞ പോലെ ലിബറലിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് പോലും എന്തിനാണ് ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുന്നത്. ഞാൻ ഇന്ന് കണ്ടൊരു പോസ്റ്റ്, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മതമൗലികവാദികളുടെ വോട്ട് നേടിയതിന് ശേഷമാണ് ഇത്തരം എന്താണ് ക്ലെയിമുകൾ വരാൻ പ്രവണതകൾ ശക്തിപ്പെടാൻ തുടങ്ങിയതല്ലേ. ഒന്ന് ആലോചിച്ച ആളുകളൊക്കെ എവിടെ, അത് ഇതൊന്നും പറയുന്നതിന് എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും ഫാക്റ്റോ ഒന്നുമില്ലാതെ തന്നെ ഇതൊക്കെ ആരോപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് VT ബൽറാം പറഞ്ഞതുപോലെ അത്രമാത്രം വിപണി മൂല്യമുള്ള ഒന്നായി ഇസ്ലാമോഫോബിയ മാറുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്ത് ഇത്രയും വിപണി മൂല്യം ഉണ്ടാവില്ല, ആർക്കും എടുത്ത് വീശാൻ കഴിയുന്ന ഒരു ചീട്ടായിട്ട് ഇത് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ, അതേസമയം ഇതേ ഇസ്ലാമോഫോബിയയുടെ ഇരകളാകുന്ന ബൈ ഡിഫോൾട്ട് ഇരകളാകുന്ന 2 പേരാണ് അതിൻ്റെ നിർമ്മാതാവും സംവിധാനം എന്ന് ആലോചിക്കുക. ഇത് യഥാർത്ഥത്തിൽ മറ്റാരെങ്കിലും ചെയ്യുന്നതിനേക്കാൾ വലിയ ക്രൈമാണ് അവരത് ചെയ്യുന്നതെന്ന് കാണണം. ക്രൈം എന്ന് തന്നെ പറയണം. അതിലൊരു ഗൂഢാലോചന ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടല്ലോ, അതൊരു ക്രൈമായിട്ട് തന്നെ കാണണം. ഇതിലെ മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടാണത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഈ നമ്മളിപ്പം ആൻറ്റിസെമിറ്റിസം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട് ലോകത്ത് പലയിടത്തും. അതായത് ആൻറ്റിസെമിറ്റിക്കായിട്ടുള്ള പ്രസ്താവന നടത്തുക, അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റകരമാണ്. ഇസ്ലാമോഫോബിയ അതേസമയം കുറ്റകരമാക്കിയുള്ള രാജ്യങ്ങളില്ല, വളരെ കുറവായിരിക്കും. അങ്ങനെ വേറെ ഏതെങ്കിലും ആ പേരിലല്ലെങ്കിലും വേറെ ഏതെങ്കിലും ചെയ്തിട്ടുള്ളവരുണ്ടാവും. ഇത്
കുറ്റകരമാക്കേണ്ട ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇതുണ്ടാക്കുന്ന ഒരു അപകടം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സിനിമ പിൻവലിക്കുന്നതിന് ന്യായമായി ഇങ്ങനൊരു കാര്യം കൃത്രിമമായി ചമച്ച് പറയുക, അതിൻ്റെ പേരിൽ വലിയ എന്തെല്ലാം തരത്തിലുള്ള തർക്കങ്ങളായിരിക്കും നടക്കുക, അതിൻ്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള തർക്കങ്ങളാണ് നടക്കുക. അപ്പോൾ ശരിക്കും ഒരു നിയമനിർമ്മാണം ഇസ്ലാമോഫോബിക്കെതിരെ നടത്തേണ്ട കാലം അതിക്രമിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെങ്കിലും. ഇതിനകത്ത് ഒരു കച്ചവടം എന്ന സ്വാർത്ഥ താല്പര്യം അങ്ങനെ എടുത്ത ഒരു സംഗതി ടു റെസ്പോൺസിബിളായിപ്പോയി. അതെ, അങ്ങനെ തന്നെയാണ് അത്. പക്ഷേ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആദ്യത്തേതല്ല. ഇപ്പോൾ ഈ നവാസ് സുലൈമാൻ, നാദിർ ഖാദിർ, നാദിർ ഖാലിദ്, ഈ രണ്ട് മഹാന്മാർക്ക് ഇതിൽ പിഴച്ചു പോയതാണ്. അതിൽ പിഴച്ചു പോയതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ പറയുന്ന വികാരം വ്രണപ്പെട്ടു എന്നുള്ളതാണല്ലോ. വികാരം വ്രണപ്പെട്ടു, അങ്ങനെ ഞങ്ങൾക്കെതിരെ ഭീഷണി ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ പിൻവലിക്കുന്നു എന്നുള്ള ഈ യുവന്മാർ പറഞ്ഞിരിക്കുന്നത്. ഈ വികാരം വ്രണപ്പെടുക എങ്ങനെയാണെന്ന് ആദ്യം അവർ പഠിക്കണം. മുമ്പൊരു കക്ഷി ഒരു സിനിമ എടുത്തു, ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. പുള്ളി തന്നെ ആഗ്രഹം വികാരം വ്രണപ്പെടുത്തിയിട്ട് ഇത് വിജയിപ്പിക്കാമെന്നാണ് ഇത് വിചാരിച്ചത്. അപ്പോൾ അതിൽ ഒന്ന് ആ സിനിമയുടെ ഒരു കഥാതന്തു തന്നെ ഈ പറയുന്ന ടെററിസം, മുസ്ലിം ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടല്ലോ. അതിൽ ഈ സെക്സിലേർപ്പെടുന്ന ഒരു രംഗമുണ്ട്. നായക കഥാപാത്രവും നായിക കഥാപാത്രവും സെക്സിലേർപ്പെടുകയാണ്. നൂഡ് സീൻ തന്നെയാണത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ബാങ്ക് വിളിക്കുന്നുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ സെക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു സമൂഹം ഭയങ്കരമായിട്ട് അതിനൊരു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതായിരിക്കും പുള്ളി ധരിച്ചിട്ടുണ്ടാകുക. ബാങ്ക് വിളിക്കുമ്പോൾ സെക്സ് ചെയ്യാൻ പാടില്ല എന്ന് ഈ മതത്തിലൊരു നിയമമില്ല എന്ന് ആ മഹാൻ അറിയണം. അപ്പോൾ വികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ വ്രണപ്പെടില്ല. മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പത്രസമ്മേളനത്തിൽ ഒരാൾ ഈ മാറാട് ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന പത്രസമ്മേളനത്തിൽ ഒരു പത്രപ്രവർത്തകൻ ചെരുപ്പിട്ട് പള്ളിയിൽ കയറിയത് നിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ആ പത്രസമ്മേളനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ചെരുപ്പിട്ട് പള്ളിയിൽ കയറുക എന്ന് പറയുന്നത് അത് ഏതെങ്കിലും നിലക്ക് മതനിന്ദാപരമായിട്ടുള്ള പ്രശ്നമല്ല. വല്ലവരും ചെരുപ്പിട്ട് പള്ളിയിൽ കയറി ചെളിയായിട്ടാണ് കഴുകിക്കളഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വികാരം എങ്ങനെയെങ്കിലും വ്രണപ്പെടുത്തിയെടുത്ത് കച്ചവടം നടത്താനാണ് വിചാരിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് വ്രണപ്പെടുത്തുക എന്ന് ആദ്യം ഒരു റീസർച്ച് നടത്തേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ നവാസ് സുലൈമാനും നാദിർ ഖാലിദും ഇവർ അജിംസ് പറഞ്ഞവർ ഇവരെന്താ ചെയ്തിരിക്കുന്നത്, ഇതൊരു PR ഗിമ്മിക്കല്ല, ഇതൊരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പം മലയാളി പ്രേക്ഷക സമൂഹം കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട രണ്ട് ക്രിമിനലുകളാണിതെന്ന് ഞാൻ പറയും. ഇവരിനിയും സിനിമയായിട്ട് വരുമല്ലോ. ഇവർ ചെയ്തിരിക്കുന്ന ഒരു ക്രിമിനൽ ആക്റ്റാണ്. ഇവരെന്താ ചെയ്തിരിക്കുന്നത്, ഇന്ന് അതിൽ നടിയായിട്ടുള്ള ആമിന നിജം അവർ നമ്മുടെ മൈക്കിനോട് സംസാരിക്കും, നമ്മുടെ ക്യാമറയോട് സംസാരിക്കുന്നുണ്ട്. അവർക്കറിയുക തന്നെ ഇല്ല എന്താണ് ഇങ്ങനൊരു സംഭവം ഉള്ളത് തന്നെ അറിയില്ല. എന്തിനാണ് ഇതൊക്കെ പറയാനാണ് പത്രസമ്മേളനം നടത്തുന്നത് പോലും അറിയാൻ പാടില്ല. അപ്പോൾ അതിനിടയിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. തൃപ്പൂണിത്തുറയിൽ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഒരാൾ വന്ന് പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എനിക്കൊന്ന് ഷോക്കായി. അതല്ലാതെ വേറെന്തെങ്കിലും വിഷയമുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്നു അതും ഈ പറയുന്ന നവാസ് സുലൈമാനും മറ്റേ നാദിർ ആ കക്ഷിയും സ്റ്റേജ് ചെയ്ത ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും കാരണം ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണണം ഈ ഇതിലെ പിന്നെ ലുഖ്മാനും എന്താ മറ്റേ ഇയാളെ പേരുന്നായിരുന്നു സണ്ണിയും തമ്മിൽ നടക്കുന്ന ഒരു തല്ല്, അതൊരു യഥാർത്ഥത്തിൽ നിന്നാണ് ആ നിലക്ക് മാധ്യമപ്രവർത്തകരുടെയൊക്കെ വാട്സപ്പിലേക്ക് വന്ന് നമുക്കറിയാവുന്നതാണ്. ഈ ജാതി വൃത്തി അതൊരു ഗിമ്മിക്കാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതൊരു ജനതയെ, ഒരു സമൂഹത്തെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഹീനമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഇത്. ഇവർ ഞങ്ങളൊരു സിനിമ കാണിക്കാൻ സമ്മതിക്കാത്ത ഒരു ജനതയാണ്, ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ആക്രമണത്താൽ ഞങ്ങളിത് പിൻവാങ്ങി പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഈ ഒരു സിനിമയ്ക്കെതിരെ ഏതെങ്കിലും നിലക്കുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായെന്ന് വിചാരിക്കുക, നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടായി, അല്ലെങ്കിൽ അതിൽ മതനിന്ദയുണ്ട്, അതിന് പ്രതിഷേധിക്കണമെന്നൊരു ക്യാമ്പയിൻ ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതേക്കാൾ ഗുരുതരമാണ് ഇവർ ചെയ്തത്. ഇവരൊരു ജനതയെ അപ്പാടെ ക്രിമിനൽ വൽക്കരിക്കുന്ന ഒരു പദ്ധതിക്കാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ബഹിഷ്കരിക്കണം, കരിമ്പട്ടികൾപ്പെടുത്തണം, ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ സിനിമയ്ക്കെതിരെ ആരാ പ്രതിഷേധിച്ച് അറിയില്ല. ഏത് രംഗമാണ് കുഴപ്പമുണ്ടാക്കുന്നത് അതും അവർക്കറിയില്ല. ഏത് രംഗമാണ് കുഴപ്പമുണ്ടാകും. അപ്പോൾ ഇവർ പറയുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റി റിലീസ് ചെയ്യുന്നല്ലേ. ഏത് രംഗമാണ് കുഴപ്പമുണ്ടാക്കുന്നത് അറിയാൻ പാടില്ലാത്തവർ അങ്ങനെയാണത് വെട്ടിമാറ്റുക.
ഏതാണ് ഒഴിവാക്കുക റീ റിലീസിങ്ങിന്? ഈ ജാതി സാമൂഹ്യ വിരുദ്ധരെ സിനിമാക്കാർ എന്ന് വിളിക്കാനേ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, അങ്ങേയറ്റം ഉത്തരവാദിത്തരഹിതമായി പോയി അപകടകരമായൊരു കളിയാണ് കളിച്ചത് എന്ന കാര്യം അവർ മനസ്സിലാക്കട്ടെ, അവർക്കൊപ്പം നിൽക്കുന്നവരും.